ഹലോ. അപ്പോൾ നമുക്കിന്ന് വീട്ടിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ടൊരു കുബൂസ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ. അപ്പോൾ അതിന് ഞാനിവിടെ ആദ്യം കുറച്ച് ലൈറ്റ് ചൂടുവെള്ളം എടുക്കുന്നുണ്ട്. അതിലേക്കൊരു 2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മാവിലേക്കും കൂടിയും ആവശ്യമുള്ള രീതിക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ടൈമിൽ നമ്മളിവിടെ മാവ് എടുക്കുന്നുണ്ട്, മൈദമാവ്. ആ മൈദമാവിലേക്ക് നമുക്ക് നമ്മുടെ മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. ഇനി വെള്ളം കുറവാന്ന് തോന്നുകയാണെങ്കിൽ ലൈറ്റ് ചൂടുവെള്ളം ചേർത്ത് ഒന്ന് കുഴച്ചെടുത്താൽ മതി. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. കണ്ടോ, അപ്പോൾ ഈ രീതിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഡ്രൈ ആവാതിരിക്കാൻ ജസ്റ്റ് ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് 20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ മാവ് ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ലോണം ഒന്നും കൂടി ഒന്ന് നമുക്ക് കുഴച്ചെടുക്കാം. ഇനി നമുക്കിതിനെ ബോൾസുകളാക്കിയിട്ട് ഒന്നെടുക്കണം. ഇനി നമുക്ക് നോർമലി ചപ്പാത്തി പരത്തണ പോലെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ വേണം കേട്ടോ നമുക്കിത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഫ്രൈ പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് കുബൂസ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഒന്ന് ചൂടായി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ഒന്നും കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ആ ടൈമിൽ ചെറിയ ചെറിയ ബബിൾസൊക്കെ വരും. അപ്പോൾ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ പൊള്ളച്ച് വരും. അപ്പോൾ കണ്ടോ, അടിപൊളിയായിട്ട് പൊന്തി വരുന്നുണ്ട്. കുബൂസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യരുത്, അതുപോലെ തന്നെ ഹൈയിലിട്ടിട്ടും ചെയ്യാൻ പാടില്ല. ഒരു മീഡിയത്തിൽ വേണം ചെയ്യാൻ. അപ്പോൾ നമുക്കിത് നമ്മുടെ ഷവർമയുടെ കൂടെയും അതുപോലെ തന്നെ അൽഫാമിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി കുബൂസാണ്. നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.